ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഞാൻ രാവിലെ പണിയൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ കഴിക്കാനായിട്ട് മസാല ദോശയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട മസാലയ്ക്കുള്ള കൂട്ടുണ്ടാക്കാൻ പോകണേ. ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് ചീകി തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വേവിക്കാൻ വെക്കാൻ പോകുന്നത്. എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് കുക്കറിലിട്ട് വേവിക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുത്ത് കുക്കറിലിടാൻ പോവുകയാണ്. സാധാരണ ഞാൻ തൊലി കളയാതെ കഴുകിയെടുത്തിട്ട് കുക്കറിലിട്ട് വേവിക്കുകയാണ് ചെയ്യാറ്. ഇന്നെനിക്കതിന് മടിയായി, പിന്നെ തൊലിയൊക്കെ കളയാൻ നിൽക്കണ്ടേ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ദേ അരിഞ്ഞെടുത്ത് ഉപ്പും ചേർത്ത് വേവിക്കാൻ വെക്കുവാണ് കേട്ടോ. കഷ്ണങ്ങൾ കുക്കറിലിട്ട് പാകത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് വേവിക്കാൻ വെക്കാൻ പോവുകയാണ്. കാപ്പി വെച്ചിട്ടുണ്ട്, കാപ്പി തിളച്ച് മാറ്റി വെച്ചേക്കുവാണ്. പിന്നെ ഞാൻ ബ്രഷ് ചെയ്യാൻ പോയിട്ടോ. ബ്രഷ് ചെയ്ത് വന്ന് കാപ്പി കുടിക്കാൻ പോവുകയാണ്. ഇന്ന് മോനെ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഉച്ചത്തെ ഊണും കൂടി കഴിഞ്ഞിട്ടാണ് പോകണേ കേട്ടോ. കാക്കനാട് വരെയും പോകണം. കാപ്പി കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കുക്കറിൽ വെച്ചിരുന്ന കിഴങ്ങ് വെന്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് കുക്കറിൻ്റെ. അപ്പോൾ ഞാനതൊന്ന് തുറന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് 2 വിസിലെടുത്തപ്പോൾ തന്നെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൽ വെള്ളം കുറച്ച് ഊറ്റിക്കളയണം. നമുക്കിത് ഡ്രൈ ആയിട്ടാണല്ലോ വേണ്ടത്. അപ്പോൾ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സവാളയും ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഒന്ന് സവാള പൊളിച്ചെടുക്കുവാണ്. 2 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ കൂടെ തന്നെ പച്ചമുളകും കൂടി ഒരു 4 പച്ചമുളകും കൂടി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. രണ്ട് ഇല്ലി വെളുത്തുള്ളിയും കുറച്ച് വേപ്പിലയും എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കടുക് താളിക്കാൻ വെക്കുവാണ്. കടുകിൻ്റെ കൂടെ തന്നെ ഒരു 1.5 സ്പൂൺ ഉഴുന്നും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. കടുകൊന്ന് പൊട്ടി വന്ന് ഉഴുന്നും ഒന്ന് മൂത്തപ്പോഴേക്കും നമ്മുടെ പച്ചമുളകും വേപ്പിലയും ഇഞ്ചി ഒരു കഷ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി ഇട്ട് സവാളയും കൂടി ഇട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. സവാള വഴറ്റാൻ നേരത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഇട്ടുള്ളൂ, സവാളയ്ക്ക് വേണ്ടത് മാത്രം. കിഴങ്ങിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഒന്ന് ഇട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതേ സവാള എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ കൂട്ട് നേരെ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിലൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ദോശ ചുട്ടെടുക്കുകയാണ്. ആദ്യത്തെ ദോശ ആയതുകൊണ്ട് വിട്ട് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. ഈ കല്ല് കുറേ നാളായിട്ട് ഉപയോഗിക്കാണ്ട് വെച്ചതായിരുന്നു. പിന്നെ ഞാനിത് 2 ദിവസം മുമ്പ് നല്ലപോലെ ഒന്ന് തേച്ച് കഴുകി എടുത്ത് എണ്ണയൊക്കെ പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രാവശ്യം അതിൽ ദോശ എടുത്തിട്ടുണ്ട്. കുറേ പഴക്കമുള്ള ദോശക്കല്ലാണ് കേട്ടോ ഇത്. എന്നിട്ട് മസാല ഇട്ട് കൊടുക്കുകയാണ്.
അങ്ങനെ നമ്മുടെ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉച്ചത്തേക്കൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഇന്നലെ ഞണ്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കൂർക്ക മെഴുക്ക് വരട്ടിയും ചാള ഫ്രൈയും ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഞണ്ട് കറി ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ 2 തക്കാളി അരിഞ്ഞിട്ടു. പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ട് കേട്ടോ. നമ്മുടെ ഗ്യാസ് സ്റ്റൗവും കൗണ്ടർ ടോപ്പും എല്ലാം ഒന്ന് തേച്ച് കഴുകിയിടണം. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഗ്യാസ് സ്റ്റൗ എൻ്റെ ലൈഫിലെ 2ാമത്തെ സ്റ്റൗ ആണ് കേട്ടോ. ആദ്യം 1995 ആണെന്ന് തോന്നുന്നു ചേട്ടൻ വാങ്ങിച്ചതാണ്. ഗ്യാസ് കണക്ഷൻ എടുത്തപ്പോൾ അത് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞിട്ട് 2005 വീണ്ടും ചേട്ടൻ തന്നെ വാങ്ങിച്ചാണ് കേട്ടോ. ആ അടുപ്പാണിത്. ഇതുവരെയും ഞാനിത് കളഞ്ഞിട്ടില്ല. മെയിൻ്റെനൻസ് വർക്കൊക്കെ ചെയ്തിട്ട് കംപ്ലൈൻ്റ് ആകുമ്പോൾ ബർണറൊക്കെ മാറ്റിയും പിന്നെ സ്റ്റാൻഡ് എല്ലാം മാറ്റി കൊണ്ടു നടക്കുകയാണ്. ചോറിൻ്റെ കുക്കറിൽ പ്രഷറൊക്കെ പോയിട്ടുണ്ടാകുന്നു. അപ്പോൾ കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് ചോറ് വാർത്തിടുവാണ്. അങ്ങനെ ഉച്ചവരെയുള്ള അടുക്കളപ്പണി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുക്കള ഒന്ന് അടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാൻ പോവുകയാണ്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മോനെ കൊണ്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് പോകും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.